രുചിയുടെ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അതും കുക്കറിൽ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിനായിട്ട് 1/2 കിലോ ചിക്കൻ കഴുകിയെടുത്തതിലേക്ക് 1 സ്പൂൺ ചതച്ച പച്ചമുളക്, 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കുറച്ച് കറിവേപ്പില ചതച്ചത്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കറി മസാലപ്പൊടി, 1/2 സ്പൂൺ ഉപ്പ്, അരമുറി നാരങ്ങ നീര്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്ക് ചൂടായ കുക്കറിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക. ഇനി വാടി വന്ന സവാളയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കറി മസാലപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി പാതി വെന്ത ചിക്കനിലേക്ക് 2 കപ്പ് അരി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിച്ചീരയും പുതിനയും ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചീരയും മുരിച്ചെടുത്ത കശുവണ്ടി കിസ്മിസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.